ഇന്ന് ചക്കക്കുരും മുരിങ്ങയുടെ ഇലയും കൂടിയിട്ട് ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് രണ്ടാക്കി മുറിച്ചിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല നേരെയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരമുണ്ട്, ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയേ വേണ്ടൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചക്കക്കുരുവിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവിക്കുക. വേവിച്ച ശേഷം പിന്നെ നമ്മൾ മുരിങ്ങയുടെ ഇലയിടും. അത് കഴിഞ്ഞാൽ തേങ്ങയും ജീരകം അരച്ചു വയ്ക്കും. അവസാനം കുറച്ച് നാളികേരം വറുത്ത് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചക്കക്കുരു ഇത് നന്നായിട്ട് ഇതുമാതിരി നന്നായി ഉടയണം. ഉടഞ്ഞാൽ ഈ കറിക്ക് നമ്മൾ പരിപ്പ് ഇടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ചക്കക്കുരു നന്നായി വെന്തുടയണം എന്ന് പറയുന്നത്. ഇനി മുരിങ്ങയുടെ ഇല നമ്മൾ ആ ഊരി വെച്ചിട്ടുണ്ടല്ലോ, ഊരി കഴുകി വെച്ചതിനെ നമ്മൾ ആ ചട്ടിയിലാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇല വാടിക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് മുരിങ്ങയുടെ ഇല വാടിയിട്ടുണ്ട്. ഇത്ര വാടാനേ പാടുള്ളൂ കേട്ടോ, അല്ലാണ്ട് വേവുക എന്നുള്ള പാടില്ല. ഒന്ന് വാടിയാൽ മതിയല്ല, അല്ലെങ്കിൽ എൻ്റെ സ്വാദ് പോകും. ഇനി നമ്മളിത് ചക്കക്കുരു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചതിനെ ഈ മുരിങ്ങയുടെ ഇലയിൽ കൂടെ ആഡ് ചെയ്യാം. ഒരു കാര്യം, നമ്മൾ ഈ കറിയിൽ പരിപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ചക്കക്കുരു നിറയെ ചേർത്തിട്ട് തേങ്ങയും ജീരകം അരച്ചൊഴിക്കുക. എന്നിട്ട് എല്ലാവരും അതിനെ വെളിച്ചെണ്ണ തുടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഞാനൊരു വ്യത്യാസമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നാളികേരം വറുത്ത് കൂട്ടി. അത് ഭയങ്കര സ്വാദായിരുന്നു. ഇപ്പോൾ നമ്മളിതാ ഇത് ചക്കക്കുരു മുരിങ്ങയുടെ ഇല ഒക്കെ കൂടെ പാകമായിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ നോക്കിക്കോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കേട്ടോ. എരിവില്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാം, ഉപ്പില്ലെങ്കിലും നമുക്കിപ്പോൾ ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം ജീരകം അരച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ അത് നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരവും ജീരകവും അരച്ച് വെച്ചത് ഒഴിക്കുന്നുണ്ട്. ഗ്രേവിയുടെ തിക്നെസ് ഓരോരുത്തർക്ക്, ചിലരിത് സൈഡ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ കുറച്ച് വെള്ളം വരിയൊക്കെ, അല്ല കുറച്ച് കുറുകി വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പം നമ്മുടെ കറി ആയിക്കഴിഞ്ഞു. തേങ്ങയും ജീരകം അരച്ച് ഒന്ന് പൊങ്ങുക വേണം, അത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് പൊങ്ങിയാൽ നാളികേരം കടുകും മുളകും ഉഴുന്നുപരിപ്പും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടാം. ടേസ്റ്റ് നോക്കിക്കോളൂ. ഇതിപ്പോൾ കുറുകിയിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഒഴിച്ചുണ്ണാനുള്ളതാണെങ്കിൽ ലേശം വെള്ളം ഒഴിക്കാം. ഉപ്പും എരിവൊക്കെ നോക്കിക്കോളൂ. ഇപ്പോഴും നമുക്ക് നോക്കാം ഉപ്പിൻ്റെ എരിവിൻ്റെയൊക്കെ കേട്ടോ. പാകാ ടേസ്റ്റ്. നാളികേരയും ജീരകത്തിൻ്റെയൊക്കെ അരച്ചതിൻ്റെ വാസനയും എല്ലാം കൂടെ നന്നായി ഉണ്ടാവും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വറുത്ത് കൊട്ടാം. ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കടുകും നാളികേരും ഉഴുന്നുപരിപ്പും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൽ കിട്ടിയ നാളികേരത്തിൻ്റെ കൂടെ നല്ല വാസനയായിരിക്കും. വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിങ്ങനെ ആക്കി ഒന്ന് അടച്ച് വെച്ചാൽ കഴിഞ്ഞു. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ. മട്ടയരിച്ചോറ്, മുരിങ്ങയുടെ ഇലയും ചക്കക്കുരും കൂടെയുള്ള എരിശ്ശേരി, വഴുതിരിങ്ങ മെഴുക്കുവരട്ടി, കട്ടത്തൈര്, ചുക്കുവെള്ളം ഉണ്ട് കുടിക്കാൻ, പിന്നെ മുളകും കൊണ്ടാട്ടും പപ്പടം പൊട്ടിച്ച് വറുത്തതും. ഓക്കെ, എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കൂ, കഴിക്കൂ, ടേസ്റ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.